ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം ഗണ്യമായി കുറയുകയോ തടയുകയോ ചെയ്യുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നു. ഹൃദയധമനികളിൽ, അതായത് കൊറോണറി ആർട്ടറീസിൽ കൊഴുപ്പ്, കൊളസ്ട്രോൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ അടിഞ്ഞുകൂടുന്നതാണ് സാധാരണമായി തടസ്സത്തിന് കാരണം. കൊഴുപ്പ്, കൊളസ്ട്രോൾ തുടങ്ങിയ നിക്ഷേപങ്ങളെ പ്ലാക്ക് എന്ന് വിളിക്കുന്നു. ഹൃദയാഘാതത്തിന്റെ രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് നേരിയ ലക്ഷണങ്ങളും മറ്റു ചിലർക്ക് ഗുരുതരമായ ലക്ഷണങ്ങളും വേറെ ചിലർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയുമാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. സാധാരണ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: തോളിലേക്കോ കഴുത്തിലേക്കോ കൈകളിലേക്കോ കൈയിലേക്കോ താടിയെല്ലിലേക്കോ വയറ്റിലേക്കോ പല്ലിലേക്കോ പടരുന്ന വേദന, തണുത്ത വിയർപ്പ്, ക്ഷീണം, നെഞ്ചിൽ ഭാരം പോലെയുള്ള അവസ്ഥ, നെഞ്ചെരിച്ചിൽ, ദഹനക്കേട്, തലകറക്കം, ശ്വാസം മുട്ടൽ, ഓക്കാനം എന്നിങ്ങനെയാണ്. ചില ഹൃദയാഘാതങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നു. എന്നാൽ പലർക്കും മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ മുന്നറിയിപ്പ് ലക്ഷണങ്ങളും അടയാളങ്ങളും ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ഹൃദയസ്തംഭനം വരെ സംഭവിക്കുന്നു. ഹൃദയസ്തംഭനം വന്നത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് എന്റെ മുന്നത്തെ BLS വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങൾ എന്തെല്ലാം? കണക്കുപ്രകാരം 45 വയസ്സിൽ കൂടുതലുള്ള പുരുഷന്മാർക്കാണ് കൂടുതലായും ഹൃദയാഘാതം കണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ ചെറിയ ആളുകളിലും ഹൃദയാഘാതം കണ്ടുവരുന്നു. കൂടാതെ 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, പുകയില ഉപയോഗം, പുകവലി, ഉയർന്ന രക്തസമ്മർദ്ദം, പൊണ്ണത്തടി, ഉയർന്ന കൊളസ്ട്രോൾ, പ്രമേഹം, ഹൃദയാഘാതത്തിന്റെ കുടുംബ ചരിത്രം, അതായത് സഹോദരൻ, സഹോദരി, മാതാപിതാക്കൾ, ഗ്രാൻഡ് പാരന്റ്സ് ആർക്കെങ്കിലും ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മതിയായ വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണം, പഞ്ചസാര, കൊഴുപ്പ്, ട്രാൻസ് ഫാറ്റ്, സ്ട്രെസ്. ഹൃദയാഘാതത്തിന്റെ മുന്തിയ കാരണങ്ങളിൽ ഒന്നാണ് സ്ട്രെസ്. കോവിഡ്, നിയമവിരുദ്ധമായ മരുന്നിന്റെ ഉപയോഗം, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ്, അതായത് സ്വയം രോഗപ്രതിരോധ അവസ്ഥ. ഹൃദയപേശികളുടെ തകരാറുകൾ മൂലമാണ് പലപ്പോഴും ഹൃദയാഘാത സങ്കീർണതകൾ ഉണ്ടാകുന്നത്. അതായത് ക്രമരഹിതമായ ഹൃദയത്തിന്റെ താളമെടുപ്പ്, അതായത് അരിത്മിയാസ്, ഹൃദയസ്തംഭനം, പെരിക്കാർഡൈറ്റിസ്. ഹൃദയാഘാതത്തിന്റെ ലക്ഷണമുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ ചെല്ലുക. ECG, എക്കോ, ഒപ്പം രക്തപരിശോധന വഴിയും ഹൃദയാഘാതം കണ്ടെത്താം. ആൻജിയോഗ്രാം ഉപയോഗിച്ച് ബ്ലോക്ക് എവിടെയാണെന്ന് കണ്ടെത്താം. വേണ്ടി വന്നാൽ ധമനികളിൽ സ്റ്റെന്റ് ഇട്ട് രക്തപ്രവാഹം പുനഃസ്ഥാപിക്കുകയും ചെയ്യാം. അതാണ് ആൻജിയോപ്ലാസ്റ്റി. ഇതിൽ ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യേണ്ടി വന്നേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ആർ ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.